നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസിന്റെ അച്ചടക്കം പാലിക്കാൻ ഡോക്ടർ ശശി തരൂർ എംപിക്ക് കഴിയുന്നില്ലെന്ന് ആഞ്ഞടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. ഒരു മനുഷ്യന് ഒരു പാർട്ടിയെ കൊണ്ട് ഉണ്ടാക്കാവുന്ന നേട്ടമെല്ലാം തരൂർ കോൺഗ്രസിന് ഉപയോഗിച്ച് ഉണ്ടാക്കിയതായും ശശി തരൂരിന് ചോറ് കോൺഗ്രസിലും കൂറ് ബിജെപിയിലുമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചു. കൂടാതെ കോൺഗ്രസിൽ നിന്നും നേട്ടമുണ്ടാക്കി ബിജെപിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നടിയെ ആക്രമിക്കാൻ മുൻപും പൾസർ സുനി ശ്രമം നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഗോവയിൽ വെച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്നും നടി അഭിനയിക്കുന്ന സിനിമയിൽ ഡ്രൈവറായി പൾസർ സുനി എത്തിയതായും നടിയെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ആക്രമിക്കാൻ പദ്ധതിയിട്ടതെന്നും എന്നാൽ മേക്കപ്പ് മാൻ കൂടെ ഉണ്ടായതുകൊണ്ട് ശ്രമം ഉപേക്ഷിച്ചു എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വ്യാജ ആശുപത്രി രേഖയുണ്ടാക്കിയെന്ന് അന്വേഷണ സംഘം. 2017 ഫെബ്രുവരി 14 മുതൽ 21 വരെ താൻ ആശുപത്രിയിൽ അഡ്മിറ്റ് എന്നായിരുന്നു വ്യാജരേഖ. 17-നാണ് നടി ആക്രമിക്കപ്പെട്ടത്. എന്നാൽ ആശുപത്രി രേഖകളിൽ ദിലീപിന്റെ പേരുണ്ടായിരുന്നില്ല. 15/11/2017 ദിലീപ് ഒരു കുറ്റം ചെയ്താൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും ദിലീപ് തന്നെ പറഞ്ഞതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രോസിക്യൂഷൻ ഇത് പ്രധാന തെളിവായി സമർപ്പിച്ചു. ലോക്സഭയിൽ സുപ്രിയ സുലെ അവതരിപ്പിച്ച സ്വകാര്യ ബിൽ ചർച്ചയായി. രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള സ്വകാര്യ ബില്ലാണ് സുപ്രിയ സുലെ അവതരിപ്പിച്ചത്. ഔദ്യോഗിക സമയത്തിന് ശേഷവും അവധി ദിവസങ്ങളിലും ജോലിയുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകളിൽ നിന്നും ഇമെയിലുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള അവകാശം ഓരോ ജീവനക്കാരനും നൽകണമെന്ന് സുപ്രിയ സുലെ അവതരിപ്പിച്ച റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് ആവശ്യപ്പെടുന്നു. കൂടാതെ അത്തരം ആശയവിനിമയങ്ങളോട് പ്രതികരിക്കുന്നത് നിരസിക്കാനുള്ള വ്യവസ്ഥകളും അനുബന്ധ വിഷയങ്ങളും ബില്ലിൽ ഉൾപ്പെടുന്നു. തൃശൂർ മേയർ MK വർഗീസിനെ വീണ്ടും പുകഴ്ത്തി സുരേഷ് ഗോപി MP രംഗത്ത്. മേയർ വർഗീസ് നല്ല ആളാണെന്നും അതിൽ എനിക്ക് സംശയമില്ലെന്നും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ചില പിശാചുക്കളുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മേയർ നല്ല മനുഷ്യനാണെന്നും എന്നാൽ അദ്ദേഹത്തെ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയാണെന്നും സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.